ദ വാലി ഓഫ് എസ്കേൽ. എസ്കേൽ താഴ്വര. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ മക്കൾ വാഗ്ദത്ത ഭൂമി എടുക്കുന്നതിന് മുൻപ് ദൈവം തമ്പുരാൻ മോശയെ കൊണ്ട് ഓരോ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രത്തിൽ നിന്നും ഓരോ മൂപ്പന്മാരെ ശത്രു ദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. എന്തിന്? അവിടെ പോയി നോക്കിയിട്ട് കനാൻ ദേശം എത്ര നല്ലതാണ് എന്ന് കണ്ടറിഞ്ഞിട്ട് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം പ്രാപിച്ചെടുക്കാനായിട്ട് 12 പേരെ പറഞ്ഞു വിടുകയാണ്. ഒരു പ്രഭുക്കന്മാരെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അവിടെ നല്ല നല്ല മിടുക്കും കഴിവുള്ളവരെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ 12 പേരെ പറഞ്ഞു വിട്ടപ്പോൾ അവർ ശത്രുക്കളുടെ സ്ഥലം അല്ലെങ്കിൽ കനാൻ ദേശത്തേക്ക് കടന്നു ചെല്ലുന്ന ഭാഗമാണ് സംഖ്യാപുസ്തകത്തിനകത്ത് 13-ാം അധ്യായത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. സംഖ്യാപുസ്തകത്തും 13-ന്റെ 26-ാം വാക്യമാണ് 26 തൊട്ട് 33 വരെ. 26-ൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവർ യാത്ര ചെയ്ത് പാറാൻ ഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹറോൻ്റെയും ഇസ്രായേൽ മക്കളുടെയും സർവ്വസഭയുടെ അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. അപ്പം സ്പൈ ചെയ്യാൻ അല്ലെങ്കിൽ ഉറ്റുനോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട 12 പേര് തിരിച്ചു വന്നിട്ട് മോശയോടും തൻ്റെ ജനത്തോടും സംസാരിക്കുകയാണ്. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അപ്പോൾ അവരവിടെ എല്ലാം പോയി നോക്കിക്കണ്ടിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അവർ അവനോട് വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങളിതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളതുമാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും എബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. അവർ പോയിട്ട് തിരിച്ചു വന്നിട്ട് വളരെ സന്തോഷമായിട്ട് തിരിച്ചു വരേണ്ടിയവർ. അതായത് ദൈവം വാഗ്ദത്തം ചെയ്ത്, ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തന്നിരിക്കുന്നു, പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇത് ദൈവവും നമ്മളും മാത്രമാണ്, വേറെ ആരും ഇതിനകത്ത് വരാനൊക്കത്തില്ല. അവർ പോയി നോക്കി വെച്ച് ചുറ്റുപാടുമുള്ളതെല്ലാം കണ്ടുപിടിച്ച് വന്നിട്ട് തിരിച്ചു വന്ന് പറയുന്നു, വടക്ക് വശത്ത് ആരാണ്, കിഴക്ക് വശത്ത് ആരാണ്, അമാന്യർ അമോര്യർ എവിടെയാണ്, ഫിലിസ്ത്യർ എവിടെയാണ്, പിന്നെ കനാന്യർ എവിടെയാണ്, അവരെല്ലാം ഞങ്ങൾ കണ്ടു. അവിടെയുള്ള വലിയ ആളുകളെല്ലാം ഞങ്ങൾ കണ്ടേച്ച് തിരിച്ചു വന്നു. ദേശം നോക്കാൻ പറഞ്ഞു വിട്ടവരാണ്. ദേശം നോക്കാൻ നിന്നെ ദൈവമാവിട്ടെങ്കിൽ നിൻ്റെ കണ്ണ് എവിടെയാണ് പതി. അതായത് ഒരു യുദ്ധത്തിന് പോകുമ്പം നിൻ്റെ കണ്ണ് പലയിടത്ത് പോകാനൊക്കത്തില്ല. ഒരു കാര്യത്തിന് പോകുമ്പം അതേ തന്നെ ശ്രദ്ധിക്കാൻ, അതായത് എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്, വേണ്ട കാര്യത്തിൽ മാത്രം. ചിലപ്പം പ്രാർത്ഥിക്കുന്നതിനിടയിൽ എല്ലാ വിഷയം എടുത്ത് കുഴച്ച് നമ്മൾ പ്രാർത്ഥിക്കും. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഒരു വിഷയം തന്നെ എടുത്ത് പ്രാർത്ഥിക്കാനുള്ള കൃപ പല മക്കൾക്കും ദൈവമക്കൾക്കും ഇല്ല. നമ്മൾക്കും അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ആണ്. അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ ദൈവം പറയും ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപവസിക്കുക എന്ന് പറയും. അങ്ങനെ ചിലപ്പം പറയും 3 ദിവസം ഉപവാസം എടുക്കാൻ എൻ്റെ ആയിരിക്കില്ല. എന്തിനാ ഒരു വിഷയത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൽ ഇവർ പറഞ്ഞു വിട്ടവർ 12 പേരും ദൈവത്തിൻ്റെ മക്കളെന്നൊക്കെ വിളിക്കുന്നെങ്കിലും ഈ 10 പേരിലും ബുദ്ധിയില്ല. അവർ ദൈവത്തെ അല്ല കണ്ടത്, ശത്രുക്കളെ കണ്ടു, അവരുടെ വലിപ്പം കണ്ടു, അവരെന്താണെന്ന് കണ്ടു. എന്നാൽ 2 പേര് തിരിച്ചു പറയുന്നു. അവരെക്കുറിച്ചാണ് വായിക്കുന്നത്. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. 2 പേര് മാത്രം, കാലേബും ജോഷുവായും. കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. ഉണ്ടോ? ഒരാൾ പറഞ്ഞത് അവർ ദൈവത്തെ മാത്രം, അവരിൽ ആത്മാവുണ്ട് എങ്കിലും. അപ്പോൾ ഈ ജോഷുവായും കാലേബും മാത്രമാണ് കറക്റ്റായിട്ട് ദൈവം പറഞ്ഞ ദൃഷ്ടി വെച്ച് നോക്കിയത്. നിൻ്റെ ദൃഷ്ടി എവിടെ പതിക്കുന്നുവോ അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മ. നിൻ്റെ ദൃഷ്ടി ശരിയല്ല എങ്കിൽ കാര്യം ശരിയാകത്തില്ല. കണ്ണ് എവിടെ ചെന്ന് പതിയുന്നു? കണ്ണ് ചുറ്റുപാടുള്ള ശത്രുക്കളെ നോക്കി നിൽക്കുക. വലിയ കൊടുങ്കാറ്റ് വരികയാണ്. നിൻ്റെ ദൃഷ്ടി കൊടുങ്കാറ്റെ പതിയുന്നോ അതോ നിന്നെ തൻ്റെ ചെറിയൻ്റെ ഉള്ളിൽ അല്ല കൈക്കുള്ളിൽ സൂക്ഷിക്കുന്ന ദൈവത്തിൽ പതിയുന്നു? നമ്മൾ കൊടുങ്കാറ്റെ നോക്കിയാൽ ഉടനെ വീണുപോകും. അല്ല, അവൻ്റെ ശാശ്വത ഭുജത്തിലാണ്. ഈ കൊടുങ്കാറ്റിൻ്റെ നടുക്കാണ് യേശുവിൻ്റെ ശാശ്വത ഭുജം നിൽക്കുന്നത്. ഈ ഹരിക്കെയിൻ അല്ലെങ്കിൽ സൈക്ലോണൊക്കെ ഫ്ലോറിഡയിൽ വരുമ്പം നമ്മുടെ മോള് വിളിച്ച് പറയും, മോൾ നേരിട്ട് വരുന്ന അടിക്കുന്നുണ്ട്. ഹരിക്കെയിൻ്റെ ഹരിക്കെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുഭാഗമാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അത് വന്നാൽ ചുഴലിക്കാറ്റ് വന്ന് ചുഴലി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ആ ചുഴലിയുടെ നടുക്ക് ശക്തി കൂടിയെടുത്ത് അത് വന്ന് നമ്മളെ അടിച്ചാൽ നമ്മൾ വീഴും.
പക്ഷെ ചുഴലി വരുമ്പോഴും അതിൻ്റെ നടുക്ക് യേശുവിൻ്റെ കൈ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ചുഴലി വന്നേച്ച് അതിലടിച്ചേച്ച് പോകത്തേ ഉള്ളൂ. അങ്ങനെയാണ് പലപ്പോഴും ഫ്ലോറിഡയിൽ പ്രശ്നം വരുമ്പോൾ മോള് വിളിച്ചു പറയും, മമ്മി പ്രാർത്ഥിക്കുക, ഇവിടെ ചുഴലിക്കാറ്റ് വരുന്നുണ്ടെന്ന്. ഞാൻ പറയും നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിക്കാം. അങ്ങനെ പല ഇൻസിഡൻറ്റും അയ്യോ നേരിട്ട് വന്ന കാറ്റ് വന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടുകൾ നശിച്ചാലും ഇവരുടെ വീട് ദൈവം തമ്പുരാൻ സൂക്ഷിച്ചു വെക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. വചനം ഇവിടുന്ന് അയക്കും, അവിടെ പ്രവർത്തിക്കും. വചനം എവിടുന്ന് അയച്ചാലും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. കാലേബ് പറയാണ്, നാം ചെന്നത് കൈവശമാക്കണം, ഇത് ജയിപ്പാൻ നമുക്ക് കഴിയും. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ കണ്ടോ, കാലേബും ജോഷുവായും ഒന്നിച്ചു നിൽക്കുന്നു. കൂടെ പോയ 10 പേര് പറയുകയാണ്, ഈ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയത്തില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞു എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. നമ്മളെയൊക്കെ ചെന്ന് അവർ തിന്നുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെപ്പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. എന്താണ്? ദൈവം പറഞ്ഞു വിട്ട 12 പേര്, വൻകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു വിട്ടവർ അവിടെ ചെന്നിട്ട് അവരുടെ സൈസും ബലവും നോക്കി ദൈവം പറഞ്ഞ വചനത്തെ മറന്നിട്ട് അവർ പറയാണ് ഞങ്ങൾ വെറും വെട്ടുക്കിളികളാണ്. വെട്ടുക്കിളിക്ക് തന്നെ ബലമാണ്. അവർ നോക്കുമ്പോഴേ നമ്മൾ വെട്ടുക്കിളിയാണെന്ന്. എത്ര പെട്ടെന്നാണ് നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നത്. യുദ്ധത്തിൽ ജയിച്ചു കയറി വന്ന മക്കൾ തന്നെയാണ്, പക്ഷേ കനാൻ ദേശത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കും. ഇതാണ് പലപ്പോഴും വാഗ്ദത്തം എൻ്റെ മുമ്പിലുണ്ട്, പ്രാപിച്ചെടുക്കാനൊക്കുന്നില്ല. അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഇനിയുള്ള കുറേ ദിവസത്തെ വചനങ്ങൾ. നമ്മുടെ വാഗ്ദത്തം എങ്ങനെ പ്രാപിച്ചെടുക്കണം. അവിടെയുള്ള മുന്തിരിക്കോല എടുത്തുകൊണ്ട് വന്നതിനെക്കുറിച്ച് പറയുന്നത്, ഒരു മുന്തിരിക്കോല 2 പേരെടുത്തിട്ട് ഒരു കമ്പിന്മേൽ വെച്ചിട്ട് അത് തൂക്കിക്കൊണ്ടുവരുന്നു. അത്തിപ്പഴം കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവരുന്നു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് നിർബന്ധമുണ്ട്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അതിൽ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ വിശ്വാസം എന്ന് പറയുന്ന വചനത്തിൻ്റെ ആത്മാവില. കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന നേരെ വിപരീതമാണെങ്കിലും വിശ്വസിക്കാനുള്ള കൃപ കിട്ടിയാൽ നമ്മൾ ജയിച്ചു. വിശ്വസിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്നവരാക്കുന്നതാണ് ഏറ്റവും പാട്. കാലേബിൻ്റെ മേലും ജോഷുവയുടെ മേലും ദൈവാത്മാവ് ഉണ്ടായിരുന്നതിനാൽ, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, പോകും. അവരുടെ മേൽ ദൈവാത്മാവ് ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഈ വെളിപ്പാടിൻ്റെ 21:8 പറയുന്നുണ്ട്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവയ്ക്കും പോഷ്കു പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ എന്ന് 2-ാമത്തെ മരണം. എന്താണ് ഇത്? പഴയ നിയമം നെടലാന്ന് പറയുന്നത് ഇതാണ്. കനാൻ ദേശം ദൈവം വാഗ്ദത്തം ചെയ്ത് അനുഗ്രഹം കൊടുക്കാൻ 10 പേര് തിരിച്ചു പറഞ്ഞു, അവർ പോയില്ല. അന്നേരം കനാൻ പിന്നെ 40 വർഷം കഴിഞ്ഞിട്ട് ഇവന് കാലേബും ജോഷുവായും 40 വയസ്സ് കഴിഞ്ഞ് 80 വയസ്സായപ്പോഴാണ് കാലേബ് പോയിട്ട് വാഗ്ദത്ത ഭൂമി തിരിച്ചെടുക്കുന്നത്. 80 വയസ്സിലും 40 വയസ്സിൻ്റെ ബലമുണ്ടായിരുന്നു. അപ്പം വിശ്വാസത്തെ മാത്രമാണ് കണ്ടുകൊണ്ട് 80 വയസ്സ് കാലേബിനൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മളൊക്കെ 80 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് തീർത്തും നമ്മൾ എഴുതിത്തള്ളി മരിച്ചില്ലേലും മരിച്ച പോലെ നമ്മൾ അതിനകത്ത് കയറി കവറിനകത്ത് കയറിയിരിക്കുന്നവരാണ്. അങ്ങനത്തെ മനുഷ്യരാണ് പല വിശ്വാസികളെ അറിയാൻ ഈ പറയുന്നത്. ദൈവം എന്നെ നിയോഗിച്ച് ജോലി ഏൽപ്പിച്ചത് ഏറ്റെടുക്കുന്നതിന് പകരം എനിക്ക് കഷ്ടമാണ്, എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞ് നമ്മളങ്ങ് ഒതുങ്ങും. അത് തന്നെയാണ് ഈ 10 പേര് ചെയ്തത്. കാലേബ് ജോഷുവായും കാലേബിന് 80 വയസ്സായപ്പോഴാണ് വാഗ്ദത്ത ഭൂമി തിരിച്ചെടുക്കുന്നത്. വചനം അതിൻ്റെയാണ്. പുതിയ നിയമത്തിൽ വെളിപ്പാടി പറയുന്നു 21:8 ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കുലപാതകക്കാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, പോഷ്കു പറയുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഓഹരി കിട്ടത്തില്ല. അവർ തീക്കകത്തും ഗന്ധകത്തിനും കത്തുന്ന പൊയ്കയിലും വീഴും. 2-ാം മരണം. വിശ്വാസം ഇല്ലാത്തവനെ ഒരിക്കലും ദൈവത്തിന് തൻ്റെ സന്നിധിയിൽ ഏറ്റെടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, ദൈവം എനിക്ക് വിശ്വാസം ഇട്ടുക, നീ പറയുന്ന ഒരു വാക്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കാനുള്ള ബലം ഇട്ടുക. നമ്മൾ ഈ വിശ്വാസം വർദ്ധിക്കുക എന്ന് പറയുമ്പം വിശ്വാസികളെ ഒന്നിച്ചു കൂടണം. അതാണ് കൂട്ടായ്മ. ഒരേ വചനം ഒരേ വിഷയം എടുക്കുമ്പോൾ അതിൽ മാത്രം ജയിക്കുന്നിടം വരെ നമുക്ക് നിൽക്കാനുള്ള നല്ല മനസ്സുള്ള കൂട്ടുകാരെ കിട്ടണം. അതല്ല എങ്കിൽ തന്നെ മുറിക്കകത്ത് അടച്ചിട്ട് ഞാനും പരിശുദ്ധാത്മാവും തന്നെയെന്നും പറഞ്ഞ് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങണം.
അത് ദൈവം ചെയ്യിപ്പിക്കും തക്ക സമയത്ത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പം നമ്മുടെ മോളൊക്കെ അമേരിക്കയിലായിരുന്നു. കുറച്ചും വചനത്തിൽ നിന്ന് മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാ പാടാന്നറിയാമോ? പരിശുദ്ധാത്മാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കൊക്കെ. കാരണം ലോകസുഖം, ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, സുഖങ്ങളെല്ലാം ഉണ്ട് അമേരിക്കയിൽ പോയി കഴിയും. പിന്നെ അതാണ് ദൈവം എന്ന് വരുമ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ്? അപ്പം ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു ഫ്രണ്ട് നമ്മുടെ വലിയ ആത്മനിറവൊന്നും ഉണ്ടായിട്ട് നമ്മൾ വിചാരിക്കുന്ന കുട്ടി പോലും അല്ല. ഒരു ദിവസം ഉച്ചയ്ക്ക് അത് ഓടിക്കയറി വന്നു. സാധാരണ സൗദിയിലൊക്കെ അന്ന് കാലത്ത് ഓടി വരാനൊക്കത്തില്ല. പക്ഷേ എന്തോ ആരോ ഒരു ഫ്രണ്ടിൻ്റെ കാറ് പിടിച്ച് ആ കൊച്ചു ഓടി വന്നേച്ച് ഞാൻ ചോദിച്ചു, എന്താ കുട്ടി നീ ഉച്ചയ്ക്ക് വന്നു? അപ്പം എന്നോട് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ ഒക്കുന്നില്ല, ദൈവാത്മാ പറയുന്നു വിമലാൻ്റെയുടെ അടുക്ക വന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ പൊന്നെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും. ആ കൊച്ചു ഈ ഭൂമിയിലല്ല അത് നിന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്. ഇന്നും ആ കുട്ടി ഓർക്കുമ്പോൾ എനിക്ക് സ്നേഹത്തിൻ്റെ ആത്മാവെന്നറിയും. ഇപ്പം അനുഗ്രഹിച്ചിട്ടുണ്ട് ആ കുട്ടി. ഇത്തിരി കഷ്ടത്തിൽ കൂടെ പോയത്. അന്നോടുകൂടി എൻ്റെ മോടെ ബന്ധനം അഴിച്ചു കൊടുത്തു. ഒരാൾ പ്രാർത്ഥിച്ചു, ഒരാളും കൂടെ. വരമുള്ളവരധികം പേരുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഞാനും അങ്ങോട്ട് പോകണം. ദൈവാത്മാ പറയുന്നെങ്കിൽ പോകണം, ചെയ്യണം. ഇതിൻ്റെ പരിശുദ്ധാത്മാ നമ്മുടെ കൂടെ വന്ന് നിന്ന് ഈ കനാൻ ദേശം എടുക്കുന്നതിന് മുമ്പ് നിൽക്കുന്ന ശത്രുവിനെ അടിച്ചു മാറും. ഭീരുത്വത്തിൻ്റെ ആത്മാവ് മാറി. അതാണ് 2 തിമോത്തി 1:7 പറയുന്നത്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധം. സ്നേഹം വരുമ്പം ശക്തി വരും, സ്നേഹവും ശക്തി വരുമ്പോൾ സുബോധം വരും. ഇതെല്ലാം കോറിലേറ്റഡാണ്. ഇത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എസ്കോൾ താഴ്വര എന്ന് പറയുന്നത് മനുഷ്യനൊരു തീരുമാനം എടുക്കണമായിരുന്നു. അവരവിടെ പോയിട്ട് 12 പേരെ പറഞ്ഞു വിട്ടു കനാൻ ദേശം പ്രാപിച്ചെടുക്കാൻ. 10 പേരും ചുറ്റുപാടുമുള്ള ശത്രുക്കളുടെ വലിപ്പവും അവിടെയുള്ള ഫലങ്ങളുടെ ഫലവും അപ്പുറത്തും ഇപ്പുറത്തും വട്ടത്തിൽ ചുറ്റും നടന്ന് നോക്കി വെച്ച് തിരിച്ചു വന്നു. അവർക്ക് 10 പേർക്കും ഭയമായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ വിട്ടിലായിരുന്നു, ഞങ്ങൾക്ക് വിട്ടിലും മറ്റവർക്കും ഞങ്ങൾ വിട്ടില്ലാന്ന് പറഞ്ഞു. ദൈവമക്കൾ വിട്ടിലാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഗതികേടപ്പിച്ച? അതൊരു കഷ്ടമല്ലേ? പലപ്പോഴും ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മതിയല്ലോ ബലവാൻ പോലും ദുർബലനായി തീരാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യം വരുന്നതിന് മുൻപ് അപ്പച്ചൻ്റെ ശാശ്വത ഭുജം അപ്പച്ചൻ അടിയിലുണ്ടായിരിക്കണമേ. താഴോട്ട് പോകാൻ വിടരുതേ അപ്പച്ച. ഇതിൻ്റെ പരിശുദ്ധാത്മ കടന്നു വന്നിട്ട് ആത്മാവിൽ കാലേബിനും ജോഷുവായ്ക്കും കൊടുത്ത ആത്മബലം ഞങ്ങൾക്ക് ഇട്ടുതരണം. എന്നാലല്ലേ വാഗ്ദത്തം പ്രാപിച്ചെടുക്കാനൊക്കെ ചോദിക്കുക. ഞങ്ങൾക്ക് കഴിവില്ല. കഴിവുള്ള ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കുന്നു. അത് വാങ്ങിച്ചെടുക്കുമ്പം വചനത്തിൻ്റെ കൂടെ ശക്തിയും കൂടി ഇട്ട് തരണം. ജോഷുവായ്ക്കും കാലേബിനും പിന്നെ 40 വർഷം വെയിറ്റ് ചെയ്യുന്നു. അത്ര വർഷമൊക്കെ വെയിറ്റ് ചെയ്യാൻ ആർക്കാ ഇപ്പോൾ കഴിയുന്നത് അപ്പച്ച? പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നിട്ട് ഞങ്ങളുടെ തലമുറകളുടെ മേൽ ഞങ്ങളുടെ മേലുള്ള ബന്ധനം അഴിക്കാൻ യേശുവിൻ നാമത്തിൽ വചനം അയക്കുന്നു. ശത്രു എങ്ങനെ ഒളിച്ചിരുന്നാലും കണ്ടുപിടിക്കുന്ന ദൈവവചനം കർത്താവിൻ്റെ തീ പോലെ, വെളിച്ചം പോലെ, തീയായിട്ട് ജീവനായിട്ട് കടന്നു ചെന്ന് ശത്രുവിനെ എടുത്തു മാറ്റിയത് തന്നെയല്ല, കണ്ടമായിട്ട് അവനെ കണ്ടിച്ച് തീക്കുണ്ടത്തിനകത്തിട്ട് നശിപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ നേർവഴിക്ക് മുമ്പിൽ നിൽക്കുന്ന കല്ലും മുള്ളും പറക്കാരെ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നേർവഴിയാക്കി അവർ കടന്നു വരാൻ തക്കവണ്ണം വചനം അയക്കുന്നു. കാലേബിൻ്റെ ജോഷുവായുടെ ഹൃദയത്തിലുണ്ടായിരുന്ന അതേ ആത്മാവ്, പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ഈ കാലത്തിൽ എല്ലാ മക്കളിലും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ബോധം ഇട്ട് കൊടുത്തിട്ട് ആ പരിശുദ്ധാത്മാവിനെ തീ കത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പുതിയ തീ അങ്ങോട്ട് അയക്കുന്നു. തീ കത്തണം അപ്പച്ച, തീ കത്തിച്ചു ഒക്കത്തുള്ളൂ. തീ കത്തിക്കുന്ന ദൈവം നീ ആകെയാണ്. ഞങ്ങൾ നിന്നെ തീ കത്തട്ടെ അപ്പച്ച, തീ കത്തി. എന്നിൽ തീ കത്തുമ്പോൾ ചുറ്റുപാടും തീ കത്തും. നീ തീ കത്തിക്കുമ്പോൾ വചനവും പരിശുദ്ധാത്മാവും വരുമ്പോൾ തീ കത്തും. അങ്ങനെ കാലേബിലുണ്ടായിരുന്നത് പോലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് പത്രോസിൻ്റെ മേലെ, ശിഷ്യന്മാരുടെ മേൽ പുതുശക്തി പകർന്നതുപോലെ ഞങ്ങളുടെ മേൽ ശക്തി പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.